മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയും അവതാരികയുമായ റിമി ടോമി മീശ മാധവനിലെ ചിങ്ങമാസം എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെയാണ് ശ്രദ്ധ നേടുന്നത്. പിന്നീട് നിരവധി മലയാള ഗാനങ്ങൾ ആലപിച്ചു. റിമിയുടെ സ്റ്റേജ് പരിപാടികൾക്കും നിരവധി ആരാധകനാണുള്ളത്. കുട്ടികൾക്കൊപ്പമുള്ള രസകരമായ നിമിഷങ്ങൾ റിമി ടോമി ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. അത്തരം വീഡിയോകൾക്കെല്ലാം വലിയ സ്വീകാര്യതയും ലഭിക്കാറുണ്ട്. അതേപോലെ തന്നെ റിമിയുടെ വ്യക്തിജീവിതം പലപ്പോഴും ചർച്ചയായതാണ്. ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്യുന്നു എന്ന് തന്നെ പറയുന്നു. റോയ്സ് കിഴക്കൂടാൻ എന്നാണ് റിമിയുടെ മുൻ ഭർത്താവിന്റെ പേര്. 2008 വിവാഹം. 2019 ഇവർ പിരിഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതോടെ പരസ്പര സമ്മതത്തോടെ ഇവർ വേർപിരിയാൻ തീരുമാനിച്ചു. എന്താണ് വേർപിരിയലിന് കാരണമെന്ന് റിമി ടോമി വ്യക്തമാക്കിയിട്ടില്ല. റിമി കരിയറിൽ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുന്ന കാലഘട്ടത്തിലായിരുന്നു വിവാഹമോചനം. പിന്നണി ഗാനത്തിനും സ്റ്റേജ് ഷോകൾക്കും പുറമെ ടെലിവിഷൻ ഷോകളും റിമി ചെയ്തു. 2013 5 സുന്ദരികൾ എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്തു. 2015 തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയിൽ നായികാ വേഷവും ചെയ്തു. അന്ന് റിമി വിവാഹിതയാണ്. റോയ്സിന് റിമി അഭിനയ രംഗത്തേക്ക് വരുന്നതിൽ താല്പര്യമില്ലായിരുന്നു. ഒരിക്കൽ ഇതേക്കുറിച്ച് റിമി ടോമി സംസാരിച്ചിട്ടുണ്ട്. ഈ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് റോയ്സ് തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയിൽ വിട്ടത്. ആദ്യം ചെയ്ത 5 സുന്ദരികൾ എന്ന സിനിമ കണ്ടപ്പോൾ തന്നെ ഇനി പോകണ്ട, നിന്റെ ആഗ്രഹം തീർന്നല്ലോ എന്നായിരുന്നു റോയ്സ് പറഞ്ഞത്. ഇനി സിനിമ ചെയ്യുന്നില്ലെന്ന് ഞാനെന്ന അഭിമുഖങ്ങളിൽ പറഞ്ഞതുമാണ്. അങ്ങനെ ഇരിക്കെയാണ് തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയിലേക്ക് വിളിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടി ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഇതും കൂടി ചെയ്തോ എന്ന് റോയ്സ് പറഞ്ഞു. സിനിമ കണ്ട റോയ്സിന്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് നന്നായി എന്ന് പറയുമ്പോൾ ഞാൻ ലൗഡ് സ്പീക്കറിലിട്ട് കേൾപ്പിക്കും. കാരണം അടുത്ത ഓഫർ വന്നാൽ പോകണ്ടെന്ന് പറഞ്ഞേക്കും. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. പുള്ളി സ്ട്രോങ് ആയി പോകണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല എന്നാണ് അന്ന് റിമി ടോമി പറഞ്ഞത്. നിങ്ങൾ പിരിഞ്ഞു എന്ന് കേട്ടല്ലോ എന്ന് ചിലർ ചോദിക്കും. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ മറുപടി പറയും. ചിലപ്പോൾ നാളെ പിരിയാം, ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യരല്ലേ, ഇങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണ് കയറി വരുന്നതെന്ന് നമുക്കറിയില്ല എന്നും റിമി ടോമി അന്ന് പറഞ്ഞു. റോയ്സ് ഇന്ന് മറ്റൊരു വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കുകയാണ്. റോയ്സ് 2ാമത് വിവാഹം ചെയ്തതിൽ തനിക്ക് വിഷമമില്ലെന്ന് റിമി ടോമി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. റോയ്സ് 2ാമത് വിവാഹം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് വിഷമം വന്നേനെ. അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തുന്നത് നല്ലതാണെന്നും റിമി ടോമി അന്ന് പറഞ്ഞു.